വെൽക്കം ബാക്ക് ടു എല്ലാം ഇംഗ്ലീഷ്. അപ്പോൾ ഇന്നത്തെ ന്യൂസ് പേപ്പർ ഞാൻ എത്തിയിട്ടുണ്ട്. ആൻഡ് എപ്പോഴും പറഞ്ഞത് ഇന്നത്തെ ന്യൂസ് പേപ്പർ എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. എന്തുകൊണ്ടായിരിക്കും? യെസ്, കാരണം എഡിറ്റോറിയൽ നമ്മുടെ ശശി തരൂർ സാറിന്റെ എഡിറ്റോറിയൽ ഉണ്ട്. ആൻഡ് ദാറ്റ് മേക്സ് ദി എഡിറ്റോറിയൽ മോർ സ്പെഷ്യൽ. സോ ഇന്നത്തെ നമുക്ക് ആദ്യം തന്നെ നീറ്റ്ലി ക്ലെഫ്റ്റ് സ്റ്റുഡൻസ് ഫാമിലീസ് ട്രോമറ്റൈസ്ഡ് എന്നൊരെണ്ണമുണ്ട്. IMD കട്ട് മൺസൂൺ ഔട്ട്ലുക്ക് പുഷസ് ഓൺസെറ്റ് ഡേറ്റ് ടു ജൂൺ. അതായത് ജൂൺ മുതൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യും, ഒപ്പം മഴയും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. കാരണം റീജിയണലി നമ്മൾ ഇനി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നടക്കുന്ന കാര്യങ്ങൾ അറിയട്ടെ. ദെൻ അടുത്ത നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ ഫൈറ്റ് ഫോർ ലാൻഡ് റൈറ്റ്സ് എന്നൊരു കേരള പേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആക്ച്വലി ഈ ആർട്ടിക്കിൾ ഇസ് മോസ്റ്റ്ലി അബൌട്ട് നമ്മുടെ റീജിയൻ ആയിട്ട് നമ്മുടെ കേരളത്തിലുള്ളൊരു കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ത്രൂ ഇറ്റ്. കാരണം ഇത് നമ്മളിപ്പം മലയാളികൾ എന്നുള്ള നിലയിൽ, കേരളത്തിലുള്ളവർ എന്നുള്ള നിലയിൽ ഇങ്ങനെയുള്ള റീജിയണൽ ന്യൂസുകൾ വായിക്കുന്നത് അത്യാവശ്യം നല്ലതായിരിക്കും. അത്യാവശ്യം കുറച്ച് എന്താ പറയുക വേർഡ്സുകളും നമുക്ക് അതിനകത്തുനിന്ന് കിട്ടും. അതിനുശേഷം നേരെ പോകുന്നത് നമ്മുടെ അടുത്ത ഒരു പേജിലേക്കാണ്. നമ്മുടെ പേജ് നമ്പർ 6. അവിടെ 3-day menstrual leave for school girls എന്നൊരു കുഞ്ഞ് ഒരു ആർട്ടിക്കിൾ ഉണ്ട്. പറ്റുമെങ്കിൽ അതൊന്ന് വായിച്ചോളാം. ആൻഡ് മേജർ പുഷ് ഫോർ ട്രാൻസ്പോർട്ട് സെക്ടർ മോഡേണൈസേഷൻ. ഇതൊക്കെ കേരളവുമായി ബന്ധപ്പെട്ട ന്യൂസുകളാണെങ്കിൽ പോലും അത് വായിക്കുന്നത് നല്ലതായിരിക്കും. ഇനി എഡിറ്റോറിയൽ പേജ് ആൻഡ് മൈ മോസ്റ്റ് ഫേവറേറ്റ് പേഴ്സൺ ഇസ് ഹിയർ. ഇന്റർനാഷണൽ ലോ ഓപ്ഷണൽ ഫോർ പവർഫുൾ സ്റ്റേറ്റ്സ്. അടിപൊളിയാണ്. As we know, there are lots of vocabulary in this. And നമ്മുടെ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിനെ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈവൻ ഭയങ്കര വലിയ വേർഡ്സ് അല്ല, ഇറ്റ്സ് ലൈക്ക് കുഞ്ഞു കുഞ്ഞു വാക്കുകൾ, നമുക്കറിയുന്ന കോമൺ വേർഡ്സിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഫ്ലോയിലാണ് ഇതിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഉറപ്പായിട്ടും വായിക്കാം. ദെൻ കോൺക്രീറ്റ് ഫീവർ, ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്, ഓഫ് വിത്ത് ദെയർ ഹെഡ്സ്, ദ പേർജ് ഓഫ് റിപ്പബ്ലിക്കൻ ഡിസെൻറ്റേഴ്സ്. ഓക്കെ, സോ ഇതും 4 നിങ്ങൾ വായിക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ ഗ്രൗണ്ട് സീറോയിൽ ഇന്ത്യ ഇൻസൈഡ് ചൈനാസ് ഗ്രീൻ ട്രാൻസിഷൻ ടോപ്പ് നോച്ച് ആർട്ടിക്കിൾ ഞാൻ വായിച്ചതിൽ എനിക്ക് ഇന്നത്തതിൽ ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. കാരണം ഇത് കുറച്ചും കൂടി വലിയ വലിയ വാക്കുകളുണ്ട്, ചില പേരുകളൊന്നും നമുക്ക് വായിച്ചാൽ മനസ്സിലാവാത്ത പേരുകളുണ്ട്, എങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു ആർട്ടിക്കിളാണ്. ആൻഡ് ഇതും ഞാൻ നിങ്ങൾ ബാക്കി എല്ലാ ആർട്ടിക്കിളും വായിച്ചു തീർത്ത് സമയമുണ്ടെങ്കിൽ മാത്രമാണ് വായിക്കാനായിട്ട് സജസ്റ്റ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അല്ലാതെ ഇന്ന് വേറെ വലിയ ന്യൂസുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നമുക്ക് നേരെ ഒന്ന് വേൾഡ് പേജിലും ബിസിനസ് പേജിലൂടെ നോക്കാം. അതിൽ ബിസിനസ് പേജിൽ RBI ഡേറ്റ ഷോസ് വൈ ഗവൺമെന്റ് ഇസ് കൺസേൺഡ് അബൌട്ട് ഡോളേഴ്സ് ഫ്ലോയിങ് ഔട്ട് എന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. അതൊന്ന് വായിച്ചോളാം. ആൻഡ് ബാക്കിയൊക്കെ യൂഷ്വൽ കാര്യങ്ങൾ തന്നെയാണ്. സോ ഇഫ് യു ആർ എ സ്പോർട്സ് പേഴ്സൺ, ഗോ ഫോർ ദ സ്പോർട്സ് പേജ്. അങ്ങനെയെങ്കിൽ മറക്കാതെ ശശി തരൂർ ഇന്നത്തെ എഡിറ്റോറിയൽ വായിക്കുക, ഗ്രൗണ്ട് സീറോ വായിക്കുക, ലാൻഡ് റൈറ്റ്സ് എന്നത് വായിക്കാം. ആൻഡ് ഇന്നത്തെ ആർട്ടിക്കിൾ എല്ലാം കംപ്ലീറ്റ് ചെയ്ത ശേഷം നാളത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. സോ നാളത്തെ ന്യൂസ് പേപ്പറായിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ. ഭാഷ ബഹുവിശേഷ.